ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓട്ടട കലത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഈ ഒരു കലത്തപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ രാവിലെ കറി എന്താക്കുന്നുള്ള ടെൻഷനൊന്നും വേണ്ട കേട്ടോ. ഇതിക്കൊരു കറിയുടെ ആവശ്യമില്ല. അപ്പം നല്ല ആറ് പോലത്തെ ഈ ഒരു കലത്തപ്പം റെഡിയാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പം അതിനായിട്ട് തലേന്ന് രാത്രി തന്നെ ഞാൻ 2 ഗ്ലാസ് പച്ചരി വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിന് കേട്ടോ. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ആ സെയിം അളവിൽ തന്നെ ചോറും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 4-5 ഏലക്കായും പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. വെള്ളത്തിൻ്റെ അളവ് കൂടി പോകരുത് കേട്ടോ. ഇനി ഇതിലേക്കൊരു ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കുക. അപ്പോൾ 3 അച്ച് ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഉരുക്കിയിട്ടെടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ആ ശർക്കരയൊക്കെ നല്ലതുപോലെ തന്നെ ഉരുകി കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് ചെറുതായിട്ട് ചൂടൊന്ന് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ചില ശർക്കരയിൽ കല്ലൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. അങ്ങനെയുള്ള ശർക്കരയൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ശർക്കരപ്പാനി നന്നായിട്ട് തന്നെ അരിച്ചെടുക്കണം കേട്ടോ. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മാവ് മുഴുവനായിട്ടും ഈ ഒരു ശർക്കരപ്പാനിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കണം. ആ ഒരു സമയത്ത് തന്നെ മധുരത്തിൻ്റെ ബാലൻസിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇനിയിപ്പോൾ അത് വെയിറ്റ് ചെയ്യൊന്നും വേണ്ട, നമുക്ക് ഇപ്പം തന്നെ അത് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് തന്നെ ചുട്ടെടുക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതാ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതിതാ ഈ ഒരു ലൂസിലാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ മാവ് വേണ്ടത്. വെള്ളം കൂടി പോകാനും പാടില്ല, എന്നാൽ കുറയാനും പാടില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഓട്ടടച്ചട്ടിയിലാണ് കേട്ടോ ചുട്ടെടുക്കുന്നത്. അപ്പോൾ ചട്ടി നന്നായിട്ട് തന്നെ ചൂടായിട്ട് നമുക്ക് ഇതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൽ ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞു ബബിൾസൊക്കെ വരുമല്ലോ, ആ ഒരു സമയത്താണ് കേട്ടോ ഇത് അടച്ച് വെച്ച് കൊടുക്കേണ്ടത്. 1-2 മിനിറ്റ് വരെ അടച്ച് വെച്ചിട്ട് വേവിക്കുക. എന്നിട്ട് തുറന്ന് കൊടുത്തിട്ട് 1 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ചട്ടിയിൽ നിന്ന് എടുക്കാം. അപ്പോൾ അത് ആ ഓട്ടട കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ള മാവ് മുഴുവനായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഇത് ഓട്ടട ചട്ടിയിൽ ചുട്ടെടുക്കുന്നത് കൊണ്ട് തന്നെയാണ് കേട്ടോ ഇതിന് ഓട്ടട കലത്തപ്പം എന്ന് പറയുന്നത്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കഴിക്കാൻ. അപ്പോൾ അതാ നമ്മുടെ കലത്തപ്പം മുഴുവനായിട്ട് ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ള മാവ് കൊണ്ട് ഞാൻ കുക്കറിലാണ് കലത്തപ്പം റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ അതാ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഓട്ടട കലത്തപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ട്രൈ ചെയ്തിട്ട് വീഡിയോയിൽ കമൻറ്റ് അറിയിക്കണേ. ഇതിൻ്റെ ഉൾവശം കണ്ടില്ലേ, നല്ല ആറ് പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.